നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. പാലക്കാട് നാളെ ബൂത്തിലേക്ക്. പാലക്കാട് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പത്രപരസ്യത്തിൽ വെട്ടിലായി LDF. സന്ദീപ് വാര്യരുടെ പഴയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി സുന്നി വിഭാഗങ്ങളുടെ പത്രങ്ങളിൽ നൽകിയ പരസ്യമാണ് വിവാദത്തിലായത്. തെരഞ്ഞെടുപ്പ് മോണിറ്ററിംഗ് സമിതിയുടെ അനുമതിയില്ലാതെയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചത്. സരിൻ തരംഗം എന്ന തലക്കെട്ടോടെ സുപ്രഭാതം, സിറാജ് പത്രങ്ങളിൽ LDF നൽകിയ പരസ്യമാണ് വിവാദവും പിന്നീട് പൊല്ലാപ്പുമായത്. തിരഞ്ഞെടുപ്പ് ദിനത്തിലോ കുട്ടിക്കലാശം കഴിഞ്ഞുള്ള അടുത്ത ദിവസമോ TV പത്രപരസ്യങ്ങൾ നൽകാൻ 96 മണിക്കൂർ മുൻപ് പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങണം. MCMC സെല്ലാണ് പരസ്യം പരിശോധിക്കുക. എന്നാൽ വിവാദമായ പരസ്യത്തിന് LDF അനുമതി വാങ്ങിയിട്ടില്ല. മറ്റു പരസ്യങ്ങൾക്ക് അനുമതി വാങ്ങുകയും ചെയ്തു. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും C കൃഷ്ണകുമാറിന്റെയും പരസ്യങ്ങൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ LDFന്റെ സന്ദീപിനെ വിമർശിച്ചുള്ള പരസ്യത്തിന് മാത്രം അനുമതിയെടുത്തില്ല. ഇത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പരസ്യത്തിൽ പ്രതികരണവുമായി സമസ്ത രംഗത്തെത്തി. പരസ്യവുമായി സമസ്തയ്ക്ക് ബന്ധമില്ലെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും വ്യക്തമാക്കി. നേട്ടമാകുമെന്ന് കരുതിയ പരസ്യം വലിയ പൊല്ലാപ്പായി. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി വിശദീകരണം നൽകേണ്ട അവസ്ഥയിലാണ് LDF. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പത്രപരസ്യത്തിൽ വാക്പോരുമായ നേതാക്കൾ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിനോട് പരസ്യത്തെ UDF താരതമ്യപ്പെടുത്തുമ്പോൾ പരസ്യം നൽകിയതിൽ അസ്വാഭാവികതയില്ല എന്ന് LDF പറയുന്നു. പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് വിവാദം ഒടുവിൽ എത്തിനിൽക്കുന്നത് LDFന്റെ പത്രപരസ്യത്തിൽ. തിരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കുന്നതിനാണ് പത്രപരസ്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പരസ്യം വെള്ളത്തെ തീപിടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിനോട് പരസ്യത്തെ ഉപമിച്ച് ഷാഫി പറമ്പിൽ MPയും. വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലകുനിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ. അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. പാഷാണം വർക്കിയുടെ നിലയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തരംതാണ് പോയിരിക്കുന്നത്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഈ പരസ്യം അത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ CPM കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആ 2 പത്രങ്ങളുടെ വായനക്കാരെ സംബന്ധിച്ച് എന്താ CPM മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? അവരുടെ രാഷ്ട്രീയ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണോ CPM? ഇങ്ങനൊരു പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന വിഭാഗീയ ചിന്തകളുടെ പിന്നാലെ അവരങ്ങ് വരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് വ്യാജ സ്ക്രീൻഷോട്ടുകളാണെന്ന് സന്ദീപ് വാര്യരുടെ പ്രതികരണം. പഴയ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സന്ദീപ്. പഴയ കാലത്തെ ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥം എന്താ ഉള്ളത്? ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ. പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിംഗ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ പത്രപരസ്യത്തിൽ അപാകതയില്ലെന്നാണ് LDF പ്രതികരണം. സമൂഹത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ് പത്രപരസ്യത്തിൽ ഉള്ളത്. എല്ലാ പത്രങ്ങളിലും പരസ്യം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ. ഒരു പോസ്റ്റും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതായത് താൻ പറഞ്ഞത് തന്നെയാണ്, തൻ്റെ നിലപാട് അത് തന്നെയാണ്. ആ നിലപാടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്നെ സ്വീകരിച്ചാൽ മതി എന്നതാണ് സന്ദീപ് വാര്യരുടെ സമീപനം. അതാണ്. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ വരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണ്? ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിന്റെ ചതിയുടെ ഭാഗമാണ്. പരസ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് UDF തീരുമാനം. 24 പാലക്കാട്. കടുത്ത ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങിയ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മുഖ്യ വരണാധികാരി കളക്ടർ ഡോക്ടർ S ചിത്ര വ്യക്തമാക്കി. 28 ദിവസം നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷമാണ് നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. UDF, NDA, LDF മുന്നണികളുടെ സ്ഥാനാർത്ഥികളടക്കം മൊത്തം 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ജനവിധി തേടുന്നത്. 1,94,706 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ മൊത്തം 184 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1,500 വോട്ടർമാരിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓക്സിലറി ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രവും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സ്ട്രോങ് റൂമുമുള്ള വിക്ടോറിയ കോളേജിൽ നിന്നായിരുന്നു പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ഇരട്ട വോട്ടാരോപണം CPIM ഇന്നും ആരോപിച്ച സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് പുതിയ വോട്ടറായിട്ട് ഫോം 6-ൽ അട്ടിമറി ഉദ്ദേശിച്ച് തന്നിട്ടുള്ളവരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പ്രത്യേക ലിസ്റ്റാക്കി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്.
കൊടുമ്പ് പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന കണ്ണാടി പഞ്ചായത്തിലെ ചില ബൂത്തുകളാണ് കൂടുതൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. 24 പാലക്കാട്. നാടിനെ നടുക്കി അരുംകൊല. നാടിനെ ഞെട്ടിച്ച് ആലപ്പുഴ കരൂരിലെ അരുംകൊല. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെ ആണ് പ്രതി ജയചന്ദ്രൻ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം തൊട്ടടുത്ത പറമ്പിൽ കുഴിച്ചുമൂടിയത്. പ്രതിയുമായി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെടുത്തു. ഈ മാസം 6-നാണ് കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി വിജയലക്ഷ്മിയെ കാണാതാകുന്നത്. തുടർന്ന് സഹോദരി 13-ാം തീയതി പോലീസിൽ പരാതി നൽകി. 11-ാം തീയതി കൊണ്ടുവന്ന് അവിടെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ഇതുപോലെ ചേട്ടത്തിയെ കാണുന്നില്ലെന്നും പറഞ്ഞ് അതനുസരിച്ച് അവർ അന്വേഷണത്തിന് പോയി. രാവിലെ വന്നിട്ട് പറഞ്ഞവർക്ക് എന്തോ സംഭവിച്ചെന്ന്. അപ്പോഴപ്പോഴുള്ള ഒരാൾ വിളിച്ചു വരുത്തിയതാണ് അയാളേതാണ്ട് ചെയ്തവള്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച കരുനാഗപ്പള്ളി പോലീസ് വിജയലക്ഷ്മിയുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നവംബർ 6-ന് രാത്രിയോടെ ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മി അവിടെ തങ്ങി. ഇതിനിടയിൽ പുലർച്ചെ വിജയലക്ഷ്മിക്കെത്തിയ ഫോൺ കോൾ ജയചന്ദ്രനെ പ്രകോപിപ്പിച്ചു. ഇരുവരും തമ്മിൽ വാക്കുതർക്കം. വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ ചേർത്തിടിച്ചെന്നാണ് ജയചന്ദ്രന്റെ മൊഴി. മരണമുറപ്പിക്കാൻ തുണികൊണ്ട് ശ്വാസം മുട്ടിച്ചു. പിന്നാലെ വെട്ടുകത്തികൊണ്ട് അബോധാവസ്ഥയിലായ വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി. മരണം സ്ഥിരീകരിച്ച പ്രതി വീടിന്റെ പിൻഭാഗത്ത് വീട് നിർമ്മാണത്തിനായി ജോലി നടക്കുന്ന വസ്തുവിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പ്രതി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. വിജയലക്ഷ്മിയുടെ വസ്ത്രങ്ങൾ സമീപത്തെ മറ്റൊരു വീട്ടിലിട്ട് കത്തിക്കുകയും ചെയ്തു. അന്വേഷണമുണ്ടായാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വിജയലക്ഷ്മിയുടെ ഫോണുമായി എറണാകുളത്തെത്തി കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ബസ് പുറപ്പെടും മുൻപ് ഫോൺ ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ എറണാകുളം സെൻട്രൽ പോലീസിൽ ഫോൺ ഏൽപ്പിക്കുകയായിരുന്നു. ഫോണിലെ വിവരങ്ങളും ജയേന്ദ്രന്റെ മൊഴിയിലെ വൈരുദ്ധ്യവും മനസ്സിലാക്കിയ പോലീസ് ഞായറാഴ്ച ശക്തികുളങ്ങളിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കൊലപാതകം നടത്തിയെന്ന് പോലീസിനോട് പ്രതി കുറ്റസമ്മതം നടത്തിയത്. ഒരു മാൻ മിസ്സിംഗ് കേസിൽ കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണമാണ് കേരളത്തെ നടുക്കിയ മറ്റൊരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഇത് കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ കൂടി ഉദാഹരണമായി മാറുകയാണ്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. കൊലപാതകത്തിന്റെ വിവരങ്ങൾ അങ്ങനെ 24-ലൂടെയാണ് പുറത്തുവന്നത്. ആലപ്പുഴയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സമാനമായ രീതിയിലുള്ള 7ാമത്തെ കൊലപാതകമാണ് ഇത്. കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട്. ശാന്ത സ്വഭാവക്കാരൻ, ആരോടും ഇതുവരെയും ഒരു പ്രശ്നങ്ങൾക്കും പോകാത്തയാൾ, അധികം കൂട്ടുകെട്ടുകളില്ലാതെ ഏകാന്ത ജീവിതം. ജയചന്ദ്രനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: സ്വഭാവം ആള് പൊതുവെ ശാന്തനാണ്. അങ്ങനെ ഇവിടെ ആരുമായിട്ടും വലിയ അടുപ്പോ സഹകരണമോ ഒന്നും അങ്ങനെ ഇല്ല. അദ്ദേഹത്തിനെ അധികം കാണാറില്ല. ഇടയ്ക്കിടയ്ക്ക് വരും പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മകൻ ഒരു കൊച്ചു പയ്യനാണ്. ഇയാളെപ്പറ്റി അങ്ങനെ നമ്മൾ ഒരു മറ്റുള്ള രീതിയിൽ കേട്ടിട്ടില്ല. എന്നാൽ പ്രതി നടത്തിയ ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നാട്. മൃതദേഹം കുഴിച്ചിട്ട പറമ്പിൽ മണ്ണ് മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിലും സംശയങ്ങളില്ലാത്തതിനാൽ ഉടമസ്ഥർ പോലീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. ഒരാഴ്ച മുമ്പേ JCB കൊണ്ട് ഇതെല്ലാം ഇവിടെ വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ തറക്കല്ലിടുന്ന കുറേ കന്യാക്കുരി മൂലക്കാണല്ലോ. നമ്മൾ ഈ സ്ഥലത്ത് പോയി ശ്രദ്ധിച്ചില്ല. ഞങ്ങളിവിടെ താമസിക്കുന്നത്, നമ്മൾ ചിന്തൂരിയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വേണ്ട കാര്യമില്ല. അപ്പോൾ രാവിലെ വന്ന് തറക്കല്ലിട്ടച്ച് ഉളികത്തിലും ചടങ്ങെല്ലാം കഴിഞ്ഞ് പ്രയാസമാണ്. നമ്മളിവിടെ ശ്രദ്ധിച്ചില്ല. ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾ വീട്ടുജോലിക്ക് പോയ സമയത്തായിരുന്നു കൊലപാതകം. വിജയലക്ഷ്മിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നെന്ന് സുനിമോൾ. ശനിയാഴ്ച പോലീസുകാർ വന്നിച്ചും പറഞ്ഞ് ഏതാണ് ഒരു ബുധനാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ടെങ്കിൽ ബുധനാഴ്ച ഇവിടെ ജയിലുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ലായിരുന്നു, ഞാൻ വീട്ടുവേലയ്ക്ക് പോയിരിക്കുവാരെന്ന് പറഞ്ഞു. സഹോദരി കൊല്ലപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് വിജയലക്ഷ്മിയുടെ സഹോദരി ഗീതാകുമാരി പറയുന്നു. 11-ാം തീയതി കൊണ്ടുവന്ന് അവിടെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ഇതുപോലെ ചേട്ടത്തിയെ കാണുന്നില്ലെന്നും പറഞ്ഞ്
അതനുസരിച്ച് അവർ അന്വേഷണത്തിന് പോയി. അപ്പോഴപ്പോഴുള്ള ഒരാൾ വിളിച്ചു വരുത്തിയതാണ് അയാൾ ഏതാണ്ട് ചെയ്തത്. വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ്. ഇത്തരം വ്യക്തിവൈകല്യങ്ങളും കൊലപാതകത്തിലേക്ക് നയിക്കാറുണ്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശാലിമ കൈരളി. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ളവരാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. വൈകാരിക അസ്ഥിരത എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വൈകാരികമായ ഒരു ശൂന്യതയാണ് എപ്പോഴും അനുഭവപ്പെടുന്നത്. 24 ആലപ്പുഴ. ഇപ്പോൾ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. പത്തനംതിട്ട സീതത്തോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമലയിൽ റോഡിൽ ഓട്ടോ മറിഞ്ഞ വിദ്യാർത്ഥിനി മരിച്ചു. 4ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. പത്തനംതിട്ട സീതത്തോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. അള്ളുങ്കൽ ഡാം റിസർവോയറിലും കൃഷിയിടങ്ങളിലുമാണ് കാട്ടാനകൾ എത്തിയത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. പത്തനംതിട്ട സീതത്തോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തിയത്. 2 കൊമ്പനാനകളാണ് പ്രദേശത്ത് എത്തിയത്. ഈ കൊമ്പനാനകൾ ആളുങ്കൽ ഡാം റിസർവിൽ നീന്തിക്കുളിച്ചതിന് ശേഷമാണ് ഇവ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും പ്രദേശത്തെ കൃഷിയിടത്തിൽ ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തത്. ഈ റോഡിലും മറ്റും കാട്ടാനകൾ ഇറങ്ങിയതോടുകൂടി ജനങ്ങൾ വലിയ തോതിലുള്ള പരിഭ്രാന്തിയിലായി. പിന്നീട് ഏറെ കഴിഞ്ഞാണ് ഈ കാട്ടാനകൾ കാട്ടിലേക്ക് തിരിച്ചു മടങ്ങിയത്. ഈ പ്രദേശത്ത് നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്നുവെന്ന് പൊതുജനങ്ങൾ പരാതി പറയുന്ന ഒരു പ്രദേശമാണ്. വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നില്ലെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. തുടർച്ചയായി ഇത്തരം കാട്ടാനകൾ ഇറങ്ങുന്നത് മൂലം തങ്ങളുടെ ജീവിക്കാനുള്ള സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ് ജനങ്ങളുടെ ആരോപണം. എന്തായാലും നിലവിൽ ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി 2 കൊമ്പനാനകൾ തിരിച്ച കാട് കയറിയിട്ടുണ്ട്. ഇവർ വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാധ്യത പ്രദേശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഉമേഷ്. എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ BJPക്ക് നാണക്കേടായി കോടയാരോപണം. BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയെ പണവുമായി ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് BJPയുടെ ശ്രമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വീര വെസ്റ്റിലെ വിവാന്ത ഹോട്ടലിൽ ഉച്ചയോടെ നടന്നത് വൻ നാടകീയ സംഭവങ്ങൾ. BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയെ പ്രാദേശിക പാർട്ടിയായ VBAയുടെ പ്രവർത്തകർ ഇരച്ചെത്തി വളഞ്ഞു. ബാഗിൽ നിന്ന് നോട്ടുകെട്ടുകൾ എടുത്ത് ഉയർത്തിക്കാട്ടി. VBA അധ്യക്ഷൻ ഹിതേന്ദ്ര താക്കൂറും മകൻ ഷിദിക് താക്കൂറും താവഡയുടെ പക്കൽ നിന്ന് കിട്ടിയതെന്ന് ആരോപിച്ച് 2 ഡയറികൾ തുറന്നു കാണിച്ചു. 15 കോടി പലർക്കായും നൽകാനുണ്ടെന്നും ആ വിവരങ്ങളാണ് ഡയറിയിലുള്ളതെന്നും ആരോപിച്ചു. 5 കോടിയാണ് ഹോട്ടലിൽ എത്തിയതെന്നും ഹിതേന്ദ്ര താക്കൂർ പറഞ്ഞു. അതിനിടെ BJP പ്രവർത്തകരും VBA പ്രവർത്തകരും ഏറ്റുമുട്ടി. പിന്നാലെ വിനോദ് താവഡയെ നടുവിലിരുത്തി VBA നേതാക്കളുടെ വാർത്താ സമ്മേളനം. साफ सफाईचं कॉन्ट्रॅक्ट आणि कागदोपत्री आहे. हे कागदोपत्री आहे. घटनेचा उल्लेख सगळ्यात करायचा. माझ्याकडे नावं आहेत. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമാണ് വന്നതെന്നും ആരോപണങ്ങൾ ശരിയല്ലെന്നും വിനോദ് താവഡെ വാദിക്കുന്നു. അന്വേഷണം നടക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുത്തു. വിനോദ് താവഡയുടെ വാഹനങ്ങളും മുറിയും പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയാണ് VBA നേതാക്കൾ ചെയ്തതെന്നായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തിന്റെ പരിഹാസം. സർക്കാരുകളെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാൻ BJP നടപ്പാക്കുന്ന നോട്ട് ജിഹാദാണ് പുറത്തായതെന്ന് ഉദ്ധവ് താക്കറെയും പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ BJPയുടെ നിർണായകമായ പല തന്ത്രങ്ങൾ മെനയുന്നതിന് പിന്നിലും വിനോദ് താവഡെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിനോദ് താവഡെ ഇപ്പോൾ വന്നുവിട്ടിരിക്കുന്ന വിവാദം അത് BJPക്ക് ഉണ്ടാക്കാവുന്ന ക്ഷീണം ഒരുപക്ഷെ വലുതാവാം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. മണിപ്പൂരിൽ സംഘർഷത്തിന് ശമനമില്ല. ഇംഫാലിൽ മെയ്തേ വിഭാഗത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ മുന്നോട്ട് പോകുമെന്ന് പ്രതിഷേധക്കാർ. കുക്കി സംഘടനകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് മണിപ്പൂർ സർക്കാർ. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മണിപ്പൂർ അസം അതിർത്തി അടച്ചു. മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് വിനീത VG തയ്യാറാക്കിയ റിപ്പോർട്ട്. മണിപ്പൂരിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. ഇംഫാലിലേക്ക് പ്രതിഷേധക്കാർ എത്തുകയാണ്.
നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സുരക്ഷാ സേന അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം നടക്കുന്നത്. So we are very bad situation now in Manipur. We are now recently in 3 or 4 days in Jiribam district, 6 civilians arrested from relief camp and they Are you from Jiribam? No, sir, I am from Imphal. Yes. What's your demand? We want peace now in Manipur. We want peace. Remove Afaspa from Manipur. When Manipur people are very tired for this demand. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ സ്ത്രീകൾ ഉൾപ്പെടെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് സർക്കാർ രാജിവെക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഇംഫാലിൽ പ്രതിഷേധം നടക്കുന്ന. ദിവസങ്ങളോളമായി ജിരിബാമിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധം ഇങ്ങനെ ശക്തമാവുന്നത്. കൂടുതൽ പ്രതിഷേധക്കാർ ഈ വിവിധ മേഖലകളിൽ നിന്ന് ഇംഫാലിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ മേഖലകളിലൊക്കെ ഇപ്പോഴും സുരക്ഷാ സേന അതിശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തെയും ഉദ്യോഗസ്ഥർ മറുവശത്ത് തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും അത് മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് പോവുകയാണ്. മണിപ്പൂരിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. വാർത്താസന്ധ്യയിലേക്ക് തിരികെ ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിവാദ പരാമർശവുമായി BJP നേതാവ് വി മുരളീധരൻ. ഒരു നാട് ഒലിച്ചുപോയെന്ന വൈകാരിക പരാമർശം തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരായ LDF-UDF ഹർത്താൽ പൂർണ്ണം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ആശ്വാസം. മുൻകൂർ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ഉത്തരവ്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാനും നിർദ്ദേശം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ യുവതി മരിച്ചെന്ന ആരോപണത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പേരാമ്പ്ര സ്വദേശി രജനിയുടെ മരണത്തിൽ സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതിയെ പ്രകോപിപ്പിച്ചത് വിചാരണ കേരളത്തിൽ നിന്ന് മാറ്റണം എന്ന ഹർജിയിൽ ഇഡി വാദത്തിന് തയ്യാറാകാത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 22ാം പതിപ്പിന് ഈ മാസം 21 കൊച്ചിയിൽ തുടക്കമാകും. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ മാസം 21 മുതൽ 23 വരെയാണ് ഫെസ്റ്റ്. 3 ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിൽ കണ്ടന്റ്, ടെക്നോളജി, മാർക്കറ്റിംഗ് മേഖലകളിലെ പുത്തൻ പ്രവണതകൾ അവതരിപ്പിക്കുന്ന വിവിധ സെഷനുകളും സെമിനാറുകളും സംഘടിപ്പിക്കും. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്യും. BBC സൗത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് മുഖ്യാതിഥിയാകും. ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളുടെ ലയനവും അനന്തരഫലങ്ങളും എന്ന വിഷയത്തിലെ സെമിനാറിൽ ഫ്ലവേഴ്സ് MDയും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ പങ്കെടുക്കും. ഈ ബ്രോഡ്ബാൻഡിലും IPTVയിലും മൊത്തം കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വലിയ സെമിനാറുകൾ നടക്കുന്നുണ്ട്. അത് അഖിലേന്ത്യയിലെ പ്രശസ്തരായ സാങ്കേതിക വിദഗ്ധരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പം മൊത്തം ബ്രോഡ്കാസ്റ്റിംഗ്, ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ കേബിൾ TV മേഖലയിലെ ടെക്നോളജിയിൽ, ഡിസ്ട്രിബ്യൂഷനിൽ, കൺസെപ്ഷനിൽ വരുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ സെമിനാറുകളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ പൂർത്തിയാകും.